ഹലോ ഗൈസ്, പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കുമല്ലേ? അപ്പൊ ഞങ്ങള് ഇപ്പൊ ഒരു കുറച്ച് അതായത് ഇടയ്ക്ക് ഞങ്ങൾ റീൽ ഇട്ടിരുന്നത് എന്റെ ഒരു കാലിന് ചെറിയൊരു പ്രശ്നം വന്ന് പ്ലാസ്റ്റിക് ഹോസ്പിറ്റലിൽ പോയി റീൽസ് ഒക്കെ ഇട്ടിരുന്നത്. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിപ്പോ നല്ലൊരു പണി കിട്ടിയിരിക്കുകയാണ്. 8 പണിയൊന്നും തന്നെ പറയാൻ വേണമെങ്കിൽ ഇനി ഒരു 35 ദിവസത്തോളം ഈ പ്ലാസ്റ്റർ ഇടണം. അങ്ങനെ ഒരു സീനാണ്. പക്ഷെ ചെറിയൊരു സംഭവമാണ് നടന്നത്. ഞങ്ങൾ ഇതുപോലെ മോന് എന്റെ മൂത്ത ആളിന് ആനുവൽ ഡേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഇതുപോലെ അയാൾക്ക് സ്കൂളിലെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുട്ടാപ്പിയുടെ ക്യാരക്ടറായിരുന്നു. അപ്പൊ അയാൾക്ക് അതിൽ കുന്തവും വാലൊക്കെ ശരിയാക്കാനായിട്ട് എന്റെ അങ്കിളിന്റെ അടുത്ത് ഏൽപ്പിച്ചിരുന്നത്. അപ്പൊ അവിടുന്ന് സാധനം വാങ്ങിക്കാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ അവിടെ ചെന്ന് ഒരു ചെരുപ്പാണ്, ചെറിയൊരു ചെരുപ്പാണ്. ആ ചെരുപ്പിന്റെ പുറത്തുനിന്ന് കാലെടുത്ത് വെച്ച് ശ്രദ്ധിച്ചില്ല. ഇറങ്ങിയപ്പോഴത്തേക്കും അങ്ങനെ ഒന്ന് സ്ലിപ്പായി വീണ്. പക്ഷേ പൊട്ടലുണ്ടെന്ന് അപ്പം ഒട്ടും പ്രതീക്ഷിച്ചില്ല. നീരുണ്ടായിരുന്നു, ചെറിയ നീര്. അതായത് നമ്മളെ കൊലുസിടത്തില്ല, നമ്മളെ കൊലുസിന്റെ ഭാഗം ഉണ്ടല്ലോ, അവിടാണ് പ്രശ്നം. അപ്പൊ ചെറിയൊരു നീര് പോലൊക്കെ വന്ന് അപ്പോഴും വിചാരിച്ചു എന്തെങ്കിലും മാംസം എന്തെങ്കിലുമൊക്കെ ഉടഞ്ഞതെന്നൊക്കെയാ വിചാരിച്ചു. ബാൻഡേജ് ചുറ്റേണ്ടി വരുമെന്നേ വിചാരിച്ചോളൂ. പിന്നെ പെട്ടെന്ന് തന്നെ അങ്കിള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നമ്മുടെ കരുനാഗപ്പള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് പോയത്. അവിടെ കാഷ്വാലിറ്റി കൊണ്ട് കാണിച്ച് പെട്ടെന്ന് എക്സ്റേ ഒക്കെ എടുത്തപ്പോഴത്തേക്കും പറഞ്ഞപ്പോ തന്നെ ഞങ്ങള് ഫ്ലാറ്റ്. അടുത്ത ദിവസം മോന് പ്രോഗ്രാം. അപ്പൊ മൊത്തത്തിൽ അങ്ങ് ടെൻഷൻ ആയിപ്പോയി. പിന്നെ പെട്ടെന്ന് അവിടുന്ന് കാഷ്വാലിറ്റിയിൽ നിന്ന് മൊത്തത്തിൽ പ്ലാസ്റ്റർ ചെയ്തില്ല, താൽക്കാലികമായിട്ട് ഒരു പ്ലാസ്റ്റർ ഇട്ട് തന്ന് നമ്മളെ വീട്ടിൽ വിട്ടു. എന്നിട്ട് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം പോയി ഓർത്തോയെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങള് അടുത്ത ദിവസം ഓർത്തോയെ കൊണ്ട് കാണിച്ച് അപ്പൊ പറഞ്ഞ് 8 ദിവസം ഇട്ടിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ വിചാരം ഇത് അഴിച്ച് മാറ്റുമെന്നാണ്. 8 ദിവസം കഴിയുമ്പോൾ റിമൂവ് ചെയ്യുമെന്നൊക്കെ ഒരു മനസ്സിലിരിക്കുക. അപ്പൊ പിന്നെ മോന്റെ പ്രോഗ്രാമിന് എന്റെ കസിൻ സിസ്റ്റർ, അവളും പിന്നെ അമ്മയും അച്ഛനും എല്ലാവരും തന്നെ മോന്റെ പ്രോഗ്രാം ഒക്കെ നന്നായിട്ടൊക്കെ നടന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ 8 ദിവസം കഴിഞ്ഞ് വീണ്ടും പ്രതീക്ഷയോടെയാണ് ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. ചെന്ന് ഡോക്ടർ പിന്നെയാണ് 14ാമത്തെ പണി കിട്ടിയത്. ചെന്ന് ഡോക്ടർ നോക്കിയപ്പോ പറഞ്ഞ് ഇനി ഈ പ്ലാസ്റ്റർ മാറ്റിയിട്ട് മൊത്തത്തിൽ പ്ലാസ്റ്റർ ചെയ്ത് 35 ദിവസം കിടന്നു എന്ന് പറഞ്ഞു. അനങ്ങാതെ റെസ്റ്റ് ആണ്. പക്ഷെ ജോലിയൊക്കെ അമ്മയാണ് ചെയ്യുന്നത്. പക്ഷെ റെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം മൂത്ത ആളിന് എല്ലാത്തിനും ഞാൻ നിൽക്കണം. അപ്പൊ അതുകൊണ്ട് കാലും കൂടിയാണ്ട് നമുക്ക് ഇപ്പൊ കൈയൊക്കെ ഒടിഞ്ഞെങ്കിൽ നമുക്ക് ഇങ്ങനെ തൂക്കിയെങ്കിൽ വിട്ട് റെസ്റ്റ് എടുക്കാം. പക്ഷെ കാലാകുമ്പോൾ നമുക്ക് ഒട്ടും പറ്റുന്നില്ല. അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇതാണ് സംഭവം. ഒരു ചെരുപ്പ് വിചാരിച്ചപ്പോൾ 8ന്റെ പണി കിട്ടി നമുക്ക്. വീട്ടിലിരിക്കാൻ പറ്റിയല്ലേ? വീട്ടിലിരിക്കാൻ ഇങ്ങോട്ട് ഇറങ്ങണ്ട, ചുമ്മാ കിടന്നാൽ മതിയല്ലോ, എല്ലാരും അതാ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്ന് അങ്ങനെ വീട്ടിൽ തന്നെ പോസ്റ്റായിട്ട് ഇരിക്കുന്നു. അപ്പൊ അത് റീൽസ് ഇട്ടപ്പോ ഒരുപാട് നമ്മുടെ റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും പേഴ്സണലി മെസ്സേജ് ഒക്കെ ഇട്ട് ചോദിച്ചു എന്ത് പറ്റിയത്. കാരണം അന്നേരമാണ് എല്ലാവരും അറിയുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഒരു ഡീറ്റെയിൽ വീഡിയോ നമുക്ക് ചെയ്തിട്ട് എല്ലാവർക്കും ഒരു ക്ലിയർ കൊടുക്കണമല്ലോ കാര്യം എന്താ സംഭവിച്ചത്. അപ്പൊ അതാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചത്. അങ്ങനെ ഇപ്പൊ പുള്ളിക്കാരി ഫുൾ റെസ്റ്റിലാണ് അല്ലേ മോനെ? റെസ്റ്റ് എടുക്കാണ്, അങ്ങനെ ഇരിക്കുന്നു. ഇന്നൊരു ഷോപ്പിംഗ് ഉണ്ട്, ഇനി വിശേഷ ദിവസമുണ്ട് കേട്ടോ. അത് നമ്മള് ഷെയർ ചെയ്യുന്നു. അത് വരും വീഡിയോയിൽ കാണാവത്. പിന്നെ എന്താ, ഈ കൊച്ചി ഇങ്ങനെ ആയതുകൊണ്ട് എപ്പോഴും ഞാൻ തന്നെ ഇങ്ങോട്ട് എപ്പോഴും വരണം, അല്ലെങ്കിൽ ഞാനായിരുന്നു അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഞാൻ പറ്റിയിരിക്കോ, ഇപ്പൊ ഇങ്ങോട്ട് എപ്പോഴും ഞാൻ തന്നെ വരണം. വ്ലോഗൊക്കെ എടുക്കണമെങ്കിലും ഒക്കെ ഞാൻ തന്നെ ഇങ്ങോട്ട് വരണം. മറ്റേത് ഈ കൊച്ചി അങ്ങോട്ട് വരുമായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇന്ന് ഷോപ്പിംഗ് ഉണ്ട്. ഇവർക്ക് ഇന്നൊരു ഷോപ്പിംഗ് ഉണ്ട്. അച്ഛനും അമ്മയും പപ്പയായിട്ടൊക്കെ പോണം. അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ദിവസം ഇരിക്കുന്നു. പിന്നെ എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കുമല്ലേ? പിന്നെന്താണ്, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. ഇതാണ് ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളോട് ഷെയർ ചെയ്യണമല്ലോ, അതാണ് ഈ ഒരു വ്ളോഗ് ചെയ്തത്. അപ്പൊ ഈ ഒരു വ്ളോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.